നമസ്കാരം. ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ 3 വീഡിയോകളിലായി മിഥുനക്കൂറിൽ ജനിച്ച മകയിരം 3-4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദങ്ങൾ എന്നിവരുടെയും മകരക്കൂറിൽ ജനിച്ച ഉത്രാടം നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ 1, 2 പാദങ്ങൾ എന്നിവരുടെയും മീനക്കൂറിൽ ജനിച്ച പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 4-ാം പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാരുടെയും വ്യാഴമാറ്റം മൂലമുണ്ടാകാവുന്ന ശ്രേഷ്ഠ ഫലങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. ഇന്നത്തെ വീഡിയോയിൽ വൃശ്ചികക്കൂറിൽ ജനിച്ച വിശാഖം നക്ഷത്രത്തിൻ്റെ 4-ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ 2.25 നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലം ഉണ്ടായേക്കാവുന്ന ശ്രേഷ്ഠ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വ്യാഴഗ്രഹം 1/6/2026 അതായത് 1201 ആണ്ട് ഇടവമാസം 18-ാം തീയതി തിങ്കളാഴ്ച രാത്രി 1:48 അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിലേക്ക് രാശിപരിവർത്തനം നടത്തുകയാണ്. വ്യാഴത്തിൻ്റെ രാശിമാറ്റം മറ്റ് ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തേക്കാൾ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. കാരണം വ്യാഴം 9 ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ശുഭനായ ഗ്രഹവും ഭാഗ്യം, ധനം, സന്താനം, ഈശ്വരാധീനം എന്നിവയുടെ കാരകഗ്രഹവുമാണ്. മറ്റുള്ള ഗ്രഹങ്ങളുടെ എല്ലാം ദോഷഫലങ്ങളെ വ്യാഴത്തിൻ്റെ യോഗദൃഷ്ടിയാദികൾ മൂലവും ഇഷ്ടഭാവസ്ഥിതി മൂലവും ഒരു പരിധിവരെ പരിഹരിക്കുവാൻ കഴിയും. അതിനാൽ വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവത്തിലേക്കുള്ള രാശിപരിവർത്തനം അതാത് നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ശുഭഫലത്തെ പ്രദാനം ചെയ്യും. 1/6/2026 മുതൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റം വൃശ്ചികക്കൂറിൽ ജനിച്ച വിശാഖം നക്ഷത്രത്തിൻ്റെ 4-ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമായ 9-ാം ഭാവത്തിലേക്കാണ് ഉണ്ടാകുവാൻ പോകുന്നത്. ഇപ്പോൾ ഇവർക്ക് വ്യാഴം അതിൻ്റെ ഏറ്റവും അനിഷ്ടഭാവമായ അഷ്ടമഭാവത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ഇവർക്ക് കഴിഞ്ഞ 1 വർഷമായി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരികയും ഏതെങ്കിലും രീതിയിൽ കഠിന ദുഃഖം അനുഭവത്തിൽ വരികയും രോഗദുരിതങ്ങൾ കൊണ്ടുള്ള ക്ലേശാനുഭവങ്ങൾ ഉണ്ടാവുകയും സന്താനങ്ങളെ കൊണ്ടുള്ള മനപ്രയാസങ്ങളും എല്ലാ കാര്യങ്ങളിലും ഒരു നിസ്സഹായാവസ്ഥ ഉണ്ടാവുകയും ഈശ്വരാധീനക്കുറവും സർക്കാരിൽ നിന്നും മറ്റുള്ള ശിക്ഷാ നടപടികൾ ഉണ്ടാകുവാനും സാധ്യതയുള്ള സമയമായിരുന്നു. ശനിയും ഇവർക്ക് ഇഷ്ടഭാവത്തിലായിരുന്നില്ല സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ശനി ഇവർക്ക് 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ജോലിയിൽ തടസ്സങ്ങളും പുത്രാദികളെ കൊണ്ടുള്ള ദുഃഖങ്ങളും ജോലി ഇല്ലാതാകുവാനോ അഥവാ മേലധികാരികളുടെ ശിക്ഷാവിധികൾ അനുഭവിക്കേണ്ടി വരികയോ ചെയ്യുന്നതിനും എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളും പലതരത്തിൽ മനോവ്യസനങ്ങളും അനുഭവത്തിൽ വരാവുന്ന സമയമാണ്. എന്നാൽ ഈ സമയം നല്ല ദശാസമയമോ അപഹാര സമയമോ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് മേൽപ്പറഞ്ഞ ദോഷഫലങ്ങൾ കാര്യമായി അനുഭവത്തിൽ വന്നു കാണില്ല. ഇങ്ങനെ കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് 1/6/2026 വ്യാഴത്തിൻ്റെ 9-ാം ഭാവത്തിലേക്കുള്ള രാശിമാറ്റം മൂലം വ്യാഴത്തെ കൊണ്ടുള്ള നല്ല ഫലങ്ങൾക്കൊപ്പം ശനിയെ കൊണ്ടുള്ള ദോഷഫലങ്ങളിലും കുറവ് വരും. എങ്ങനെയെന്നാൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തോടുകൂടി ശനിയുടെ മേൽ വ്യാഴത്തിൻ്റെ പൂർണ്ണ ദൃഷ്ടി വരികയും ശനിയുടെ ദോഷഫലങ്ങൾ കാര്യമായി കുറയുകയും ചെയ്യും എന്നതുകൊണ്ടാണ്. ഇവർക്ക് 1/6/2026 മുതൽ വ്യാഴത്തിൻ്റെ ഉച്ചരാശിയിൽ ഭാഗ്യഭാവത്തിലുള്ള സ്ഥിതി മൂലം ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതിനും ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുന്നതിനും സാധ്യതയുണ്ട്. ഇവരുടെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ മെച്ചപ്പെടും. ഭാഗ്യവർദ്ധനവ് മൂലം ഭാഗ്യത്താൽ കിട്ടാവുന്ന ഭാഗ്യക്കുറിയിൽ നിന്നും സാമ്പത്തിക ലാഭം ഉണ്ടാകാം. കിട്ടാക്കടമായി കിടന്ന ധനം തിരിച്ചു കിട്ടാം. പിതാവിൽ നിന്നുള്ള ധനസഹായങ്ങളോ പൂർവിക സ്വത്തുകളോ ലഭിക്കാം.
പിതാവിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നുമുള്ള സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാവുകയും സന്താനങ്ങളെ കൊണ്ടുള്ള അഭിമാനവും മനസന്തോഷവും അനുഭവത്തിൽ വരികയും ചെയ്യും. സന്താനങ്ങൾക്ക് ജോലി കിട്ടുന്നതിനോ ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടുന്നതിനോ സാധ്യത തെളിയുകയും സന്താനങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അവിവാഹിതരായ സന്താനങ്ങളുടെ വിവാഹം നടന്നു കിട്ടാം. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാം. സ്വന്തം ബന്ധുക്കാരുമായി യോജിപ്പിലെത്തുകയും അവരിൽ നിന്നും സന്തോഷാനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നാളുകാർക്ക് വിദ്യാപുരോഗതി ഉണ്ടാകുന്നതിനും പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിനും സാധിക്കും. മറ്റ് മത്സരപരീക്ഷകൾ എഴുതുന്നവർക്കും അനുകൂലമായ സമയമായിരിക്കും ഈ സമയം. ഭാര്യ അഥവാ ഭർത്താവിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടങ്ങൾ വർദ്ധിക്കുകയും അവർക്ക് സൗഖ്യവും അവരിൽ നിന്നും സന്തോഷാനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. തടസ്സപ്പെട്ട് കിടക്കുന്ന പ്രവൃത്തികൾ പൂർത്തീകരിക്കുവാൻ കഴിയും. ചെയ്യുന്ന പ്രവൃത്തികളിൽ കൂടി കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. കച്ചവടക്കാർക്കും കൃഷിജോലികളിലും മറ്റും ഏർപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. ഉത്സവാദികളിലോ മറ്റ് ദൈവിക കർമ്മങ്ങളിലോ ഇടപെട്ട് പ്രവർത്തിക്കുന്നതിന് സാധ്യതയുണ്ട്. ധർമ്മപരമായ കാര്യങ്ങൾ നടത്തിക്കൊടുക്കുകയും തീർത്ഥാടനം നടത്തുകയും ചെയ്യും. വാക്ചാതുരി വർദ്ധിക്കുകയും ജനങ്ങളുടെ പ്രീതി പിടിച്ചുപറ്റുകയും ചെയ്യും. വിദേശത്തും മറ്റ് ദൂരസ്ഥലങ്ങളിലും ജോലി ചെയ്യുന്ന സന്താനങ്ങളെ കണ്ടുമുട്ടുന്നതിനും സന്തോഷാനുഭവങ്ങൾ പങ്കിടുന്നതിനും സാധ്യതയുണ്ട്. സന്താനങ്ങളെ കാണാൻ വേണ്ടി വിദേശ യാത്രയോ ദൂരയാത്രയോ ചെയ്യുവാനും സാധ്യതയുണ്ട്. മേൽപ്പറഞ്ഞ ശുഭഫലങ്ങൾ അതേപോലെ അനുഭവത്തിൽ വരണമെങ്കിൽ ഈ സമയം നടന്നുകൊണ്ടിരിക്കുന്ന ദശാപഹാര സമയം കൂടി നല്ലതായിരിക്കണം. അല്ലാത്തവർക്ക് ഈ ഫലങ്ങൾ അപൂർണമായി മാത്രമേ അനുഭവത്തിൽ വരികയുള്ളൂ. മേൽപ്പറഞ്ഞ നക്ഷത്രക്കാരുടെ ജാതകത്തിൽ വ്യാഴം ഇഷ്ടഭാവത്തിൽ ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ വ്യാഴത്തെക്കൊണ്ട് കൂടുതൽ ശോഭന ഫലങ്ങൾ അനുഭവത്തിൽ വരും. അതേപോലെ തന്നെ മേൽപ്പറഞ്ഞ നക്ഷത്രക്കാരുടെ ഗ്രഹനിലയിൽ വ്യാഴാഷ്ടവർഗത്തിൽ വ്യാഴത്തിന് കർക്കിടകൻ രാശിയിൽ 5 അതിലധികമോ അക്ഷങ്ങൾ വീണിട്ടുണ്ടെങ്കിലും വ്യാഴത്തെ കൊണ്ടുള്ള മേൽപ്പറഞ്ഞ ശുഭഫലങ്ങൾ കൂടുതൽ തെളിമയോടെ അനുഭവത്തിൽ വരും. അപ്പോൾ 1/6/2026 മുതൽ വ്യാഴത്തെ കൊണ്ടുള്ള കഷ്ടഫലങ്ങൾ മാറി ഇഷ്ടഫലങ്ങൾ മാത്രമല്ല അനുഭവത്തിൽ വരുന്നത്. ഇതിനോടൊപ്പം വ്യാഴത്തിൻ്റെ ശനിയുടെ മേലുള്ള ശുഭദൃഷ്ടി കൊണ്ട് ശനിയുടെ ദോഷഫലങ്ങളും കുറയുമെന്നതിനാൽ വൃശ്ചികക്കൂറുകാരുടെ ഭാഗ്യാനുഭവങ്ങളുടെ ഒരു വർഷമായിരിക്കും 1/6/2026 മുതൽ വരാൻ പോകുന്നത്. അതിനാൽ ഈ സമയം പരമാവധി പ്രയോജനപ്പെടുത്തി മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുകയും മറ്റ് ഉദ്ദിഷ്ട കാര്യങ്ങൾ നടപ്പിൽ വരുത്തുകയും ചെയ്യുക. ഇപ്പോൾ നല്ല ദശാപഹാര സമയമല്ല നടക്കുന്നതെങ്കിൽ അവർ കുറച്ച് ജാഗ്രതയോടുകൂടി വേണം ഈ കാര്യങ്ങൾ നടപ്പിൽ വരുത്തേണ്ടത്. എന്തായാലും 1/6/2026 മുതൽ വൃശ്ചികക്കൂറുകാർക്ക് ഭാഗ്യവർദ്ധനം ഉണ്ടാവുകയും ഈശ്വരാനുഗ്രഹം കൂടെ ഉണ്ടാവുകയും ചെയ്യുന്നതിനാൽ കാര്യമായ ദോഷാനുഭവങ്ങൾ അടുത്ത ഒരു വർഷത്തേക്ക് ഉണ്ടാകുവാൻ സാധ്യത കുറവാണ്. ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പുതിയ വീഡിയോയുടെ മുന്നറിയിപ്പുകൾ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും ശുഭാശംസകൾ.